ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ദിവസേന വരുമ്പോൾ തന്നെ ഇന്നും നടയിൽ തന്നെയാണ്. ഇന്ന് നടുന്നത് ഉരുളക്കിഴങ്ങ. ഞാൻ കറി വെക്കാൻ കൊണ്ടുവച്ച ഉരുളക്കിഴങ്ങ് മുളച്ചു. ഞാൻ അങ്ങനെ തന്നെ ആട്ടോ, മുളച്ച ഉരുളക്കിഴങ്ങ് തന്നെ ഞാൻ നടാറ്. ഞാൻ പണ്ടൊന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ലാന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉരുളക്കിഴങ്ങ് നട്ടു വെക്കുമ്പോഴല്ലേ കാണുന്നത് നന്നായിട്ടുണ്ടായി, കുറേ ഞാൻ വിളവെടുത്തു. അപ്പോൾ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് മുളച്ച് കണ്ടപ്പോൾ ഞാൻ അന്ന് നട്ട അതേ രീതിയിലാണ് ഞാൻ ഇന്നും നടാൻ പോകുന്നത് കേട്ടോ. ആ നടുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് ഞാൻ കൃഷി എടുക്കും പോലെ എടുത്തിട്ടുണ്ടാവുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാനത് നടുന്നത്. കഴിഞ്ഞ വർഷം വിളവെടുത്തൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ നടാൻ പോവുക. നവീൻ, ഞാൻ ഉരുളക്കിഴങ്ങ് നടുന്നത് സിമൻറ്റ് ചാക്കിലാണ്. എന്താ, ഈ സിമൻറ്റ് ചാക്ക് തന്നെ ആയിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ വർഷം നട്ടിരുന്നത്. വിളവെടുത്തത് അല്ല, വിളവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചാക്കങ്ങ് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു, ഒന്ന് കാണിക്കണമല്ലോ. ഉള്ളിൽ കാണിക്കാൻ പറ്റൂല, ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാ. അപ്പോൾ വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ലല്ലോ, അവിടെ നിൽക്കാതെ മഴയാണ്. ഇന്ന് കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാ വീഡിയോ പിടിക്കാൻ. അടിയിൽ ഒരു ഹോൾസൊക്കെ ഉണ്ടാക്കി രണ്ടറ്റും കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സിമൻറ്റ് ചാക്ക് ഇങ്ങനെ റൗണ്ടിൽ നിൽക്കും. ഇങ്ങനെ റൗണ്ട് നിന്നാൽ കാണാനും ഒരു ഭംഗിയാണ്. ചെരിഞ്ഞ് വീണ് ഇങ്ങനെ ചെരിഞ്ഞ് പോവുക. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതാണ്. കുറേ പോട്ടി മിക്സ് കൊള്ളു അങ്ങനെയൊക്കെ. ഞാൻ ഈ പോട്ടി മിക്സ് നിറക്കട്ടെ. എൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ പൈസയൊന്നും കൊടുത്ത് വാങ്ങണ്ട, നല്ല സുഖമാണ്. ഞാൻ തോട്ടം വൃത്തിയാക്കിയതിൻ്റെ പുല്ല് ഞാൻ അവിടെയും ഇവിടെ ഒന്നും ഇട്ടില്ല, ഒരു ചാക്കിലിട്ട് കുത്തി അമർത്തി അങ്ങ് വെച്ച്. ഈ പുല്ല് എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം പോഷകഘടകങ്ങളുണ്ട്. പുല്ല് വളരണമെങ്കിൽ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുക്കല്ലോ. ആ വലിച്ചെടുത്ത് പുല്ല് നമ്മൾ ആ പുല്ലിനെയാണല്ലോ ഞാൻ മണ്ണിലേക്ക് ഇട്ട് നമുക്ക് ഇനി കൃഷി ചെയ്യാൻ എടുക്കുന്നത്. അപ്പം നമ്മളെ മണ്ണ് നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായി മാറും. ഇത് കണ്ടാലൊരു ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അത് ചീഞ്ഞു പോയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങി, കയ്യിലൊന്ന് ഒതുങ്ങി. സിമൻറ്റ് ചാക്ക് തന്നെ വേണം ഇതിനൊക്കെ, അല്ലാതെ നമ്മളിങ്ങനെ പൈസ കൊടുക്കുന്ന പോട്ടിലൊന്നും ഈ പുല്ലിങ്ങനെ കുത്തി നിറക്കാനൊന്നും കഴിയില്ല. ധൈര്യത്തിലാണ് കുത്തി നിറക്കുക സിമൻറ്റ് ചാക്കാണെങ്കിൽ. ഇത് സിമൻറ്റ് പണി എടുക്കുന്ന വീട് സിമൻറ്റ് ഉണ്ടാവുമല്ലോ, ആ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ ചാക്ക് കിട്ടും. അതിങ്ങനെ പാകത്തിനുള്ള നടു കട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ നടാം. ചീര, വെണ്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി, അങ്ങനെയൊക്കെ നടാൻ ഫസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പുല്ല് ഇതിൽ കുത്തി അമർത്തി കഴിഞ്ഞാൽ ഇനി ഞാൻ കുറച്ച് മണ്ണിടും. മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് വേഗം വളമായി മാറിക്കോളും. ഇതിലുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ. തോട്ടം വൃത്തിയാക്കിയാണല്ലോ. ഇനി ഞാൻ ഇതിൽ കുറച്ച് മണ്ണിടട്ടെ. എന്താ, കുറച്ച് മണ്ണ്. ഞാൻ പണിയെടുത്തത് കണ്ടിട്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് കൈക്ക് ഗ്ലൗസ് ഇടണമെന്നൊക്കെ പറഞ്ഞു. എനിക്കതിടും എന്തോ ഒരു പ്രയാസം. സംഭവം എൻ്റെ അടുത്തുണ്ട്, പക്ഷെ അതിടുന്നത് നല്ലതാട്ടോ. പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ ഒരു പ്രയാസം പോലെ. ഞാൻ അങ്ങനെ പച്ച കൈ കൊണ്ട് തന്നെയാണ് പണിയെടുക്കുന്നത്. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. അപ്പം സൂക്ഷ്മജീവികൾ ഈ നല്ലത് ഈ നമ്മളിടുന്ന പുല്ലൊക്കെ വളമാക്കി മാറ്റും, വിഘടിപ്പിച്ച് വളമാക്കി മാറ്റും. അപ്പോൾ പുല്ല് തന്നെ നമുക്ക് നല്ല പോഷക ഘടകം, പിന്നെ അത് വളമായി മാറി മണ്ണ് ഇട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നിറക്കുമ്പോൾ കുത്തി അമർത്തി അങ്ങ് നിറക്കുക ചാക്കിലൊക്കെ നടുമ്പോൾ. പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നും മടക്കി വെച്ചതാ. ഇനി ഞാൻ നിറക്കുന്നത് വെണ്ണീര. ഇതാ വെണ്ണീര്. വെണ്ണീര് എന്ന് പറഞ്ഞാൽ വിറകൊക്കെ കത്തിച്ച്, ഇത് പിന്നെ വിറക് തോട്ടത്തിൽ നിന്ന് അവിടെ കത്തിച്ചപ്പോൾ ഞാൻ മഴൻ്റെ മുമ്പേ ഞാൻ ചാക്കിൽ കെട്ടി വെച്ചതാ. എനിക്കറിയാം ഓരോ നടുമ്പം വെണ്ണീര് വേണോ ഒക്കെ ഉള്ളത്. ചിലർക്ക് വെണ്ണീര് എന്താണെന്ന് അറിയില്ല. ഞാൻ കാണിക്കുമ്പോൾ വെണ്ണീര് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ നാട്ടിൽ ഓരോ നീക്കും. ചാരം, അപ്പം അതും ഇട്ടൊന്ന് ലെവൽ ചെയ്യട്ടെ.
ഇങ്ങനെ ലെവല് ചെയ്താൽ എല്ലാ ഭാഗത്തും എല്ലാം എത്തിക്കോളും. വെണ്ണീരിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇടുന്നത് മണ്ണ് തന്നെയാണ്. മണ്ണ് നമുക്ക് കുറഞ്ഞത് ഇടുന്നുള്ളൂ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണ്ണ് ഇടും. ഇത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ഈ മണ്ണേ കാണൂ. ഈ വളമൊക്കെ മണ്ണായി മാറിയിട്ടുണ്ടാവും. നമ്മളുടെ വളമല്ല, പുല്ലും ഒന്നും നമ്മൾ കാണൂല, ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മണ്ണ് പാറ പോലെ ഉറച്ചു പോവില്ല. പിന്നെ ഈ ഗ്രോ ബാഗിന് ചാക്കിന് വെയിറ്റ് കുറയും. പിന്നെ പാറ പോലെ ഉറക്കാണ്ട് നിന്നാൽ നമ്മൾ നടുന്ന ചെടിയൊക്കെ വേരോട്ടം കിട്ടും, നന്നായിട്ട് വേരോടും. നന്നായിട്ട് വേരോടിയാലാണല്ലോ ചെടി കരുത്തിൽ വളരുക. പിന്നെ നമ്മൾ നനയ്ക്കുന്നതൊക്കെ വെള്ളം അവിടെ പിടിച്ച് നിൽക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പോട്ടി മിക്സൊക്കെ ഇട്ടാൽ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കോഴിവളം ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഇടാൻ തുടങ്ങിയത് കേട്ടോ. കോഴിവളം ഭയങ്കര ചൂടാന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. ഇത് ഞാൻ എൻ്റെ കുടുംബത്തിൽ പോയപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാനിങ്ങനെ ഓരോന്ന് നടുന്ന ചെടി ഭ്രാന്തുള്ള ആളല്ലേ, അപ്പം നന്നായി നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കോഴിക്കൃഷിയുള്ളവരാണ്. അപ്പോൾ എനിക്ക് സമ്മാനം തന്നത്. അപ്പോൾ കോഴിവളം ഇടുന്നുണ്ട്. കോഴിവളം നല്ല ചൂടാന്ന് പറയുന്നുണ്ട്, പക്ഷെ മഴക്കാലാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നനച്ച് കൊടുക്കാം. കോഴിവളം ഇട്ടാൽ നല്ല വളമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇട്ടില്ലായിരുന്നു. അപ്പം പിന്നെ എനിക്കൊല്ലം തൊട്ട് ഇതിൻ്റെ ഗുണം അറിയണമെങ്കിൽ ഞാനിത് വിളവെടുക്കുമ്പോൾ കാണണം, എന്നാലേ അറിയൂ. അപ്പോൾ ഞാൻ അടിയിൽ കുറേ അങ്ങ് പുല്ല് കുത്തി നിറച്ചിട്ട്, പിന്നെ കുറച്ച് മണ്ണിട്ട്, പിന്നെ ചാര ഇട്ട്, പിന്നെ കോഴിവളം ഇട്ട്, മണ്ണിട്ട്. ഇനി ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് നടാൻ പോവുക കേട്ടോ. നടുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ട് കുറച്ചും കൂടി മണ്ണിടും. ഇതാ ഇനി കുറച്ചധികം മണ്ണിടുക അതിൽ. ഞാൻ മണ്ണും എല്ലാ വെണ്ണീര് എല്ലാം ഞാൻ ഇവിടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നതാ. നടുമ്പോൾ കുറച്ച് റിസ്ക് എടുക്കണം. അങ്ങനെ റിസ്ക് എടുത്തുണ്ടാക്കി നമുക്ക് മരുന്നടിക്കാത്തൊക്കെ നമുക്ക് തിന്നാലോ, കുട്ടിയൊക്കെ കൊടുക്കാം. നമ്മൾ നട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം ലാഭിക്കാലോ. കടയിൽ പോയി വാങ്ങണ്ട. ഒരു ഹർത്താൽ വന്നാൽ വരെ നമ്മൾ ബുദ്ധിമുട്ടാവില്ല. നല്ല ഫ്രഷ് സാധനം നമുക്ക് തിന്നാലേ. നമ്മളെല്ലാം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ, നട്ടുപിടിപ്പിക്കുന്ന ഒന്ന് മനസ്സ് വെച്ചാൽ മതി, വേഗം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും നടണം എന്നൊക്കെ തോന്നും. ഇനി ഞാൻ നടാൻ പോവുക കേട്ടോ. ഇതാ എൻ്റെ ഉരുളക്കിഴങ്ങ്. നിങ്ങൾ എന്നെ ചീത്ത പറയും, ഇങ്ങനെ മുളപ്പിച്ച് കളഞ്ഞോ, ഇത്രയും വലിയ ഉരുളക്കിഴങ്ങ്. ഇതാ ഉരുളക്കിഴങ്ങിന് മുള വന്ന് കണ്ടോ, ഇത്ര സ്ഥലത്താ. ഞാനിത് മുറിച്ച് നടുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ നടുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ മുറിച്ച് നട്ട് എനിക്ക് കുറച്ച് ഉണ്ടായത് കുറവാണ്. ഇങ്ങനെ നട്ടയിലാണ് കൂടുതൽ ഉണ്ടായത്. അപ്പം ഞാനിത് മുറിക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് നടുക. ഇങ്ങനെ അങ്ങ് നട്ടിട്ട് മണ്ണങ്ങ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ പെർമനൻ്റ് നടൽ തന്നെ. അത് കുഞ്ഞി പാത്രത്തിലൊന്നും നട്ടുപിടിപ്പിച്ച് വലുതിലിടുന്നൊന്നുമല്ല. ഇതൊക്കെ പെർമനൻ്റ് നടല. കുറച്ചും കൂടി മണ്ണിട്ടാട്ടെ. അങ്ങനെ വിജയകരമായിട്ട് ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞു. എൻ്റെ 2 എണ്ണം ഉണ്ട്. ഞാൻ 2 ഇതിൽ തന്നെയാണ് നടുന്നത്. കാരണം ഇത് വലിയ പാത്രമാണല്ലോ, വലിയ ചാക്കിൻ്റെ വിസ്താരമുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ 2 ഇതിൽ തന്നെയാണ് നടാൻ വിചാരിച്ച്. ഇതാ 2 നന്നായിട്ട് മുളച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുറിക്കാത്തതിൻ്റെ കാരണങ്ങളോട് പറഞ്ഞില്ലേ. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അത്ര ഉണ്ടായിട്ടില്ല. മുറിക്കാത്തതാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്ടങ്ങ് ഇതിങ്ങനെ ഓരോ വളർച്ച ഞാൻ നിങ്ങളെ കാണിക്കൂട്ടോ. നമ്മളങ്ങനെ ഓരോന്ന് നട്ടാൽ നമുക്ക് ദിവസേന പലതും വിളവെടുത്ത് തിന്നാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണല്ലോ നമ്മൾ നട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ. ചീര, പൊന്നാങ്കണ്ണി, ചീരച്ചേമ്പ്, നിത്യവഴുതിന ഒക്കെ എളുപ്പത്തിലുണ്ടാവുന്നത്. അങ്ങനെയൊക്കെ നട്ടു നോക്കണ്ടി. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, ഇപ്പം നട്ടാൽ വേഗം ഉണ്ടാവും. എനിക്ക് കാബേജ് ഇപ്പം എവിടെയില്ല, നഴ്സറിയിൽ പോലും തൈ കിട്ടാനില്ല. പക്ഷെ എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ മനസ്സ് വെച്ച് ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായതിൻ്റെ കുറ്റി അവിടെ വെച്ചേക്കൊണ്ട് ചുറ്റും ഉണ്ടായിട്ട് ഞാനത് പൊട്ടിച്ച് കാബേജ് നട്ട് കാബേജായി വന്നു വലുതായി. ഞാൻ ഓണത്തിന് വിളവെടുക്കാമെന്ന് വിചാരിച്ചാൽ. ഇപ്പം എൻ്റെ ഉരുളക്കിഴങ്ങ് ഓണമൊന്നും അല്ല, ഓണമൊക്കെ പഠിക്കും. ഉരുളക്കിഴങ്ങിന് ഒരു സമയമൊക്കെ ഉണ്ട്.
അതിൽ കുറച്ചും കൂടെ മണ്ണിടട്ടെ. ഞാൻ നട്ടതിൻ്റെ മേലെ ഇങ്ങനെ കാണണ്ട പുറത്തേക്കെന്ന് വിചാരിച്ചതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുന്നുണ്ട്. മണ്ണ് കുറച്ച് നനവുണ്ട്. ഞാൻ നനഞ്ഞ സ്ഥലത്ത് നിന്ന് എടുക്കുന്നതല്ല, ഇപ്പം നനയാത്ത മണ്ണ് ഉണ്ടാവൂല. അങ്ങനെ എൻ്റെ ഉരുളക്കിഴങ്ങ് ഇവിടെ നട്ട് കഴിഞ്ഞു. 2 ഉരുളക്കിഴങ്ങ് ഇന്ന് നട്ടു. ഇന്നലെ നട്ടത് നിങ്ങൾ കണ്ടിട്ടില്ലേ, മെനിയാന്ന് നട്ടത്. ഓരോ ദിവസം എനിക്ക് ഓരോന്ന് നടുന്നു. അതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്കിങ്ങനെ നട്ടുകൊണ്ട് ഞാൻ രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്യും നാളെ ഇപ്പം എന്താ നടുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ അന്നേരം ഓർത്ത് അന്ന് ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് നടണം എന്നുള്ളത്. ഇനി എൻ്റെ ഉള്ളി മുളക്കുന്നുണ്ട്, അത് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ നടാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, എന്താ നിങ്ങളെ ബാക്കിലുള്ള നിങ്ങൾ നടുമ്പോൾ വീഡിയോൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് ഏതാ ചെടി എന്നൊക്കെ. ഇതെൻ്റെ ഡെയ്സി ആട്ടോ, ഇതാ ഡെയ്സി പൂട്ടതാ ഇത്. എനിക്ക് ഡെയ്സി ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. ക്യാമറയിൽ അത്ര ഭംഗി ഇല്ലാന്ന് തോന്നുന്നു, നേരിട്ട് കാണുമ്പോൾ. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാണ്. ഞാൻ കുറേ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നുള്ളത് എൻ്റെ മെലസ്റ്റോമയൊക്കെ നല്ല കിടുക, നന്നായിട്ട് പൂവിടും. ചെടി കാണാതെ ഇല കാണാണ്ട് പൂവിടുന്നതായി ഇതായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ തയ്യ. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് വീഡിയോ കണ്ടല്ലോ, ഞാൻ നടുന്നത് എന്തൊക്കെയാണ് ഇട്ടെന്നെല്ലാം കണ്ടല്ലോ. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.